ഹായ്, ഞാൻ ഇന്നൊരു 5 ഡോഗ് ബേസ്ഡ് ആയിട്ടുള്ള മൂവിനെ കുറിച്ച് പറയാനാണ് വന്നിരിക്കുന്നത്. ഇതിലേതെങ്കിലും ഒരു മൂവിയെങ്കിലും നിങ്ങൾ കണ്ടാൽ നിങ്ങൾ വിചാരിക്കും ഒരു പട്ടിയെ മേടിച്ച് വളർത്തിയാലോ എന്ന്. അതുപോലെ തന്നെ എനിക്ക് ഉറപ്പാണ് നിങ്ങൾ ഈ സിനിമ കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അറിയാണ്ട് തന്നെ നിങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നുകൊണ്ടിരിക്കും. അതുപോലെ ഇമോഷണലും ലൈഫിനെ വേറൊരു രീതി കാണാൻ പഠിപ്പിക്കുന്ന ഒരു 5 മൂവീസിനെ കുറിച്ച് പറയാനാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അഞ്ചാമത്തതായിട്ട് ദി ആർട്ട് ഓഫ് റേസിംഗ് ഇൻ ദ റെയിൻ എന്നുള്ളൊരു മൂവിയാണ്. ഈ മൂവിയിൽ ഒരു മനുഷ്യൻ്റെ ജീവിതമാണ് കാണിക്കുന്നത്, അതും ഒരു ഡോഗിൻ്റെ കാഴ്ചപ്പാടിൽ കൂടെയാണ് കാണിക്കുന്നത്. ഒരു ഡോഗിനെ അഡോപ്റ്റ് ചെയ്യുന്നത് മുതൽ അതിൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നതാണ് ഈ മൂവി കാണിക്കുന്നത്. ഇതൊരു ലൈറ്റ് ഹാർട്ടഡ് മൂവിയാണ്. Not really much of a dog person. He's more person than dog. Denny was clearly taken with her grooming. She probably bathed every day for all I knew. Does he always stare at people like this? If he likes them. നാലാമത്തത് 8 Below എന്ന മൂവിയാണ്. ഈ മൂവിയുടെ നെയിം പോലെ തന്നെ ഇതിലൊരു 8 ഡോഗ്സിൻ്റെ സ്റ്റോറിയാണ് ഉള്ളത്. ഈ മൂവിയിലെ മെയിൻ റോൾ ചെയ്തിരിക്കുന്നത് നമ്മൾ പോൾ വാക്കറാണ്. അന്റാർട്ടിക്കയിൽ ഒരു സ്ഥലത്ത് പോകാൻ വേണ്ടി ഒരു 8 ട്രെയിൻ ഡോഗിനെ കൊണ്ടുവരുന്നു. ഇവർ ഈ പോകുന്ന വഴി തന്നെ മെയിൻ സയൻറ്റിസ്റ്റ് ആയിട്ടുള്ള ഒരാൾക്ക് ഒരു ആക്സിഡൻറ്റ് പറ്റുകയും പെട്ടെന്ന് തന്നെ അയാളെ കൊണ്ട് തിരിച്ച് പോകേണ്ടി വരുന്നു. എന്നാൽ ഇവർ ഈ ഡോഗ്സിനെ അവിടെ നിർത്തിയിട്ടാണ് പോകുന്നത്. പിന്നീട് അന്റാർട്ടിക്കയിലെ ഈ തണുപ്പത്ത് ഈ ഡോഗ്സൊക്കെ എങ്ങനെയാണ് സർവൈവ് ചെയ്യുന്നത്, ഇവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ആരെങ്കിലും പോകുന്നുണ്ടോ, ഇതൊക്കെയാണ് ഈ മൂവി കാണിക്കുന്നത്. Heroes will be stranded at the bottom of the world, and as they make their way across the frozen wilderness. മൂന്നാമത്തത് ദി കോൾഡ് ഓഫ് ദ വൈൽഡ് എന്ന് പറഞ്ഞൊരു മൂവിയാണ് പറയാൻ പോകുന്നത്. ഒരു ഡോഗിനെ അതിൻ്റെ സ്വന്തം വീട്ടിൽ നിന്ന് കടത്തിക്കൊണ്ട് പോവുകയും എന്നാൽ പോകുന്ന വഴിക്ക് ഡോഗ് എങ്ങനെയൊക്കെയോ കളിച്ച് അവരുടെ ഇന്ന് രക്ഷപ്പെട്ട് ഒരു തണുപ്പുള്ള സ്ഥലത്ത് ചെല്ലുന്നു. പിന്നീട് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഡോഗ് എങ്ങനെയൊക്കെയാണ് സർവൈവ് ചെയ്യുന്നത്, ആരുടെയൊക്കെ കൂടെയാണ് പോകുന്നത് എന്നൊക്കെയാണ് ഈ മൂവി കാണിക്കുന്നത്. ഈ മൂവിയിൽ എന്തുമാത്രം ഇമോഷണൽ സീൻസ് ഉണ്ടോ അതുപോലെ തന്നെ കോമഡി സീൻസും ഉണ്ട്. ഇതും നല്ലൊരു ഡോഗ് സ്റ്റോറി തന്നെയാണ്. രണ്ടാമത്തെ ടോഗോ എന്ന് പറഞ്ഞ മൂവിയാണ്. എപ്പോഴും ട്രബിൾ ഉണ്ടാക്കുന്നത്, ആര് പറഞ്ഞാലും കേൾക്കാത്ത ഒരു കുഞ്ഞു പപ്പിയെ കാണിച്ചുകൊണ്ടാണ് ഈ മൂവി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഡോഗിൻ്റെ ഓണർ ഒരു റിമോട്ട് ഏരിയ ആയിട്ടുള്ള സിറ്റിയിലാണ് താമസിക്കുന്നത്. അതുകൊണ്ട് ആ സിറ്റിയിലേക്ക് എന്തെങ്കിലും മെഡിസിൻ കൊണ്ടുവരണമെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫർമേഷൻ പാസ് ചെയ്യണമെങ്കിലോ ഈ ഡോഗ്സിനെ വെച്ചുകൊണ്ട് ഐസ്ലൈഡ് ചെയ്ത് വേണം വേറൊരു സിറ്റിയിലേക്ക് ചെന്ന് പറയാൻ. അങ്ങനെ ഇരിക്കെ ആ സിറ്റിയിലെ കൊച്ചു പിള്ളേർക്ക് ഒരു അസുഖം ബാധിക്കുകയും ആ കാര്യം വേറൊരു സിറ്റിയിൽ പോയി പറയാൻ വേണ്ടി ഈ ഡോഗ്സിനെ വിളിക്കുകയും ചെയ്യുന്നു. എന്നാൽ പതിവില്ലാത്തൊരു ക്ലൈമറ്റ് ചേഞ്ച് കാരണം ഇവർക്ക് ട്രാവൽ ചെയ്യാൻ പറ്റാതാവുന്നു. എന്നാൽ എങ്ങനെയൊക്കെയോ അവർ ട്രാവൽ ചെയ്യാമെന്ന് സമ്മതിക്കുകയും പിന്നീട് ഇവർ ട്രാവൽ ചെയ്യുന്ന സ്റ്റോറിയാണ് ഈ മൂവിയിൽ കാണിക്കുന്നത്. I always thought he lived for the sled, when all along, what he lived for. ഒന്നാമത്തെ ഹാച്ചി എന്ന് പറഞ്ഞ മൂവിയാണ്. ഈ മൂവി ഒന്നാമത് തന്നെ ഈ ലിസ്റ്റിൽ വെക്കാൻ കാരണം തന്നെ ഈ മൂവി എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട മൂവി ആയതുകൊണ്ടാണ്. നമ്മൾ പലപ്പോഴും റോഡുകളിൽ പട്ടിക്കുഞ്ഞുങ്ങളെ കാണാറുണ്ട്. അങ്ങനെ റോഡിൽ നിന്നൊരു പട്ടിക്കുഞ്ഞിനെ എടുത്ത് വളർത്തുന്നതാണ് ഈ മൂവിയുടെ ബേസിക് സ്റ്റോറി. ആ പട്ടിക്കുട്ടിയെ വളർത്തുന്നതും വളർന്ന് വലിയതായി കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ലോയൽറ്റി എന്തുമാത്രം ആ ഫാമിലിയോടും അല്ലെങ്കിൽ ആ വളർത്തുന്ന ആളിനോടും ഉണ്ടെന്നുള്ള കാണിക്കുന്ന ഒരു മൂവിയാണ് ഇത്. ഈ മൂവി നിങ്ങൾ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യേണ്ട മൂവിയാണ്. ഇതൊരു റിയൽ ലൈഫിൽ നടന്ന ഒരു കാര്യമാണ്. Archie, what are you doing here? Been here all day? No, you just showed up 2 minutes ago. It's amazing. Every day. Hachi! Hey, Hachi! സോ ഇതായിരുന്നു 5 മൂവീസ്. അപ്പോൾ നിങ്ങളിൽ ആരെങ്കിലും ഈ മൂവീസ് കണ്ടിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഡോഗ് ലവേഴ്സ് ആയിട്ടുള്ള ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്തും കൊടുക്കുക.